It's a great joy again to be ministering with all of you surrounding us, and we are broadcasting to the whole world. ഇന്ന് നിങ്ങളേവരും ഞങ്ങളുടെ ചുറ്റുമിരിക്കുമ്പോൾ നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന വലിയ സന്തോഷമാണ്. മുഴുവൻ ലോകത്തിലും അനേക ലക്ഷങ്ങളാണ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. I just got data yesterday from our media, Justin brother, that our live, the inner chamber and this live is being watched by 21 nations. ജസ്റ്റിൻ ബ്രദർ ഒരു മീഡിയയുടെ ഒരു കണക്ക് എനിക്ക് തന്നത്, നമ്മളുടെ ഈ ഇന്നർ ചേംബർ എല്ലാ രാത്രിയിലും കൂടാതെ ഞായറാഴ്ചത്തെ ഈ സർവീസും ഏകദേശം 21 രാജ്യങ്ങളിൽ നിന്ന് 21 ഭാഷക്കാർ ഇതിൽ പങ്കാളികളാകുന്നു. And we are going to pray that more nations will be added. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഇനിയും ഈ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കുവാൻ. And we are it is a joy that we are not in a democracy but in a kingdom. നമ്മള് ജനാധിപത്യത്തിലല്ല, ഒരു രാജ്യത്തിൽ രാജാവിന്റെ ഭരണത്തിലാണെന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. And our King and Lord of Lords reigns forever. നമ്മളെ കർത്താവിന്റെ രാജാതി രാജാവും നമ്മുടെ ആത്മനായകനായ കർത്താവ് യേശു ക്രിസ്തുവാണ്. Today the results of the election are coming. From yesterday, day before yesterday, everyone is anxious what will happen. ഇന്ന് ഇലക്ഷൻ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയിട്ട് ആൾക്കാർ ഭയങ്കര ഉത്കണ്ഠയിലാണ്. But we are not anxious about anything because our Lord reigns. There is no election or no 5 years. He is forever and ever and ever. എന്നാൽ നമ്മളാരും ഒട്ടും ഉത്കണ്ഠയിലല്ല. കാരണം സർവാധികാരിയും സർവഭരണാധികാരിയുമായി നമ്മളുടെ ആളാണ് പ്രധാന സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അവിടുത്തെ സിംഹാസനം ഒരിക്കലും മാറത്തില്ല. അവിടെ ഇലക്ഷൻ ഇല്ല, ഭരണമാറ്റവും ഇല്ല. And he is the one who appoints every government. അവൻ തന്നെയാണല്ലോ സകല ഭരണാധിപന്മാരെയും ആക്കി വെക്കുന്നത്. And so we don't have, a child of God does not have any anxiety or tension. Whoever wins, whoever loses, the appointer is his Lord, his Savior, his Master, and our friend Jesus Christ. അതുകൊണ്ട് ഒരു ദൈവവേദനയെ സംബന്ധിച്ച ഈ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷനും ഇല്ല. ഇനി ആരെല്ലാം വന്നാലും ശരി, അവരുടെ നാഥനാണ് സർവാധികാരിയായിട്ടിരിക്കുന്നത്. Not only that, always and in every place we are triumphant. There is no losing for us. We are victorious. We started our life with victory to a greater victory. മാത്രമല്ല, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തിന്റെ ഉത്സവത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ഒരു ജയത്തോട് ചേർന്ന് വിശ്വസിച്ചപ്പോഴാണ്. നമ്മളെ ജയത്തിൽ ആരംഭിച്ചു, ജയത്തിൽ തുടരും, ജയത്തിൽ തന്നെ മുമ്പോട്ട് പോകും. And that is why Jesus said, first seek the kingdom and his righteousness. So we are in a kingdom. Our King reigns forever. Let us focus our minds, set our minds on the kingdom principles, and we will not have any tension or anxiety at all. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ആ ദൈവരാജ്യത്തിലും ദൈവരാജ്യത്തിന്റെ തത്വങ്ങളിലും, ദൈവരാജ്യം ഇപ്പൊ എങ്ങനെ ഇവിടെ മൂവ് ചെയ്യുന്നത്, അതിലേക്ക് നമ്മുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. When elections and results are of a territory, we have been sent to disciple nations for Jesus. എലക്ഷൻസ് ഒക്കെ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ രാജ്യങ്ങളെ ശിക്ഷപ്പെടുത്തുന്ന കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. And 800 crore or 8 billion souls can easily be won if all of us are of one mind, one together, because the Holy Spirit and Jesus is more interested in that. നമ്മൾ ഏവരും ഒറ്റ മനസ്സോടെ നിൽക്കുകയാണെങ്കിൽ ഈ 800 കോടി എന്ന് പറയുന്ന ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ലോകത്ത് ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന ഏക ബിസിനസ് ആത്മാക്കളെ രക്ഷിക്കുക എന്നതിലാണ്. If 12 or rather 11 disciples could turn the whole that day known world upside down, how much more
can the tens of thousands who are watching me, if we stand together, one mission, one goal, one Lord, one faith, one Holy Spirit, one Lord the Father, we will do it in minutes. അന്ന് അറിയപ്പെട്ട ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുവാൻ കേവലം മുഖ്യന്മാരായിരുന്ന 12 പേരെ കൊണ്ട് ദൈവത്തിന് അത് ചെയ്യാമെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന ഈ 10,000 പേര്, നമുക്ക് ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരേ പരിശുദ്ധാത്മാവ്, ഒരേ ആത്മാവിൽ നമ്മൾ നിന്നാൽ ഇത് എത്ര നിഷ്പ്രയാസമാണ്. And they did not have WhatsApp, they did not have internet, they did not have anything. They had to travel on small boats driven by winds. Yet they turned the whole world upside down. അവർക്ക് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, വാട്സാപ്പ് ഉണ്ടായിരുന്നില്ല, സൂം ഉണ്ടായിരുന്നില്ല. അവര് കാറ്റ് കൊണ്ടുപോടുന്ന ചെറിയ പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ച് അന്നത്തെ ലോകത്തെ കീഴ്മേൽ മറിച്ചു. And not only that, there were no Christians or there were no believers. They had to stand as an outcast, thrown away. And the word Christian was coined to make fun of them. In those days, they could turn that known world upside down because of the boldness of them in Christ Jesus. മാത്രമല്ല, അന്ന് അവരെ സ്വീകരിക്കാൻ യാതൊരു ക്രൈസ്തവ പശ്ചാത്തലമില്ല, ക്രിസ്ത്യാനി എന്ന പേരുള്ളവനില്ല. മറിച്ച് ക്രിസ്ത്യാനി എന്ന പേര് ഒരു അപമാനമായി, അവമതിയായി കണക്കാക്കപ്പെട്ടിരുന്ന ആ സമയത്ത് അന്ന് അവർക്ക് അന്നത്തെ ലോകത്തെ മാറ്റിമറിക്കാൻ, സ്വാധീനിക്കുവാൻ, ഒരു പുതുലോകത്തെ സ്വാധീനിക്കാൻ അവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം ഉപയോഗിച്ചു. If God could use them, Jesus said, "Blessed are those who believe without seeing me." We are more blessed than them in every manner if our focus comes together. അന്ന് ആ ശിഷ്യന്മാരോട് യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടതുകൊണ്ടാണ് എന്നെ വിശ്വസിച്ചത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആ കണ്ടു വിശ്വസിച്ച അവരെ കൊണ്ട് അത്രയും നടക്കുമെങ്കിൽ കാണാതെ വിശ്വസിച്ച നമ്മൾ അതിലും ഭാഗ്യവാന്മാരെന്ന് യേശു പറഞ്ഞെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഒറ്റ മനസ്സോടെ നിന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഈ വലിയ ദൗത്യം എത്ര പെട്ടെന്ന് ലോകത്തെ നേടാൻ സാധിക്കും. It is not at all an impossible task. അത് ഒട്ടുമേ പ്രയാസകരമല്ല. Yesterday I was very happy. Last night a sister called and said, how about the Eskimos? Is there network connection there? How can we reach them also? I was so happy that at least people have begun to think how to reach out. ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിച്ചു. അങ്ങനെ പോളാർ റീജിയനുകളിൽ താമസിക്കുന്ന എസ്കീമോകള്, അവിടെ ഇന്റർനെറ്റ് ഉണ്ടോ, അവർക്ക് അങ്ങനെ സുവിശേഷം പറയാൻ പറ്റുമെന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചല്ലോ, അങ്ങനെയുള്ള ജനതയെക്കുറിച്ച് ആ മകള് ചിന്തിച്ചല്ലോ എന്ന് കണ്ടപ്പോൾ എന്റെ ഉള്ളം സന്തോഷിക്കുകയാണ്. COVID has brought a big advantage for you and me. കോവിഡ് നിങ്ങൾക്കും എനിക്കും വലിയ ഒരു നേട്ടം കൊണ്ടുവന്നു. COVID has renewed our mind that we can reach out a nation without going there. കോവിഡ് നമുക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം, ഒരു സ്ഥലത്ത് ചെന്നെത്താതെ ആ സ്ഥലത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് ഈ കോവിഡ് കാലഘട്ടം നമുക്ക് മനസ്സിലാക്കി തന്നു. It is a change of our mindset, because earlier we used to think we have to travel to America, travel to Europe, travel to many places for a meeting. But today it is a new way to think that we can reach out even without physically going there, meaning the traveling time also we can use to propagate Jesus. നമുക്ക് കോവിഡ് പീരീഡിൽ വ്യക്തമായി മനസ്സിലായല്ലോ, നമ്മൾ ശാരീരികമായി ഒരു സ്ഥലത്ത് ചെല്ലാതെ തന്നെ ഇന്റർനെറ്റ് വഴി, സൂം വഴി അനേകായിരങ്ങളോട് ഒരേ സമയം പല ദേശങ്ങളിലുള്ളവരോട് ഒന്നിച്ച് സംസാരിക്കാം. ആ സ്ഥലത്ത് ചെല്ലാതെ തന്നെ അത് കോവിഡ് കൊണ്ടുവന്ന വലിയൊരു നന്മയാണ്. When the world looks COVID as a disaster, we look at some the possibilities which has come out of it. കോവിഡിനെ ലോകം ഒരു ദാരുണ സംഭവമായി കാണുമ്പോൾ സഭ അതിനെ ഒരു വലിയ അവസരമായി, നേട്ടമായും കാണും. It is true, many lives have been lost, fear is there, financially economy is going down. Yet in these turmoils, since we are in Christ, we look at the possibilities, look at the good things that are happening. പല ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു, വിലപ്പെട്ട
നമ്മളെ സ്നേഹിക്കുന്ന പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. എല്ലായിടത്തും ഭയം നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം വസ്തുതകളാണ്. എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ സാധ്യത എത്ര വലുതാണ്. People who would never pay attention are paying attention now. ഒരിക്കലും സുവിശേഷത്തെ ഗൗനിക്കാഞ്ഞവർ പോലും അതിനായിട്ട് ദാഹിക്കുന്ന കാലം. Our doctors, our nurses who are serving the people in hospitals, they are reporting that people are ready to listen very patiently about Jesus. നമ്മളെ ഡോക്ടർമാരും നേഴ്സുമാരും ഇന്ന് ഈ കോവിഡ് വാർഡുകളിലൊക്കെ ശുശ്രൂഷിക്കുന്നവർ പറയുകയായിരുന്നു, ഒരിക്കലും വചനം ശ്രദ്ധിക്കാതിരുന്നവർ ഇന്ന് ആ സ്ഥലത്ത് വചനം പറയുമ്പോൾ അവർ കൊതിയോടെ കേൾക്കുകയാണ്. Not only in India, all over, in Europe and everywhere, all our brothers and sisters who are in the medical front line serving the people, they say people are asking them, why are you smiling? Why are you so happy? And they can give the hope that is Jesus Christ. ഇന്ത്യയിൽ മാത്രമല്ല, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്. ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഈ പ്രത്യാശ, നിങ്ങൾക്ക് എന്താണ് ഈ സന്തോഷം? അവരുടെ ആ സന്തോഷം തന്നെ സുവിശേഷത്തിന്റെ അവസരമായി മാറുകയാണ്. I have heard hundreds of testimonies where people have been discharged from the hospital, discharged from the clinics, but they return back to meet with doctors and nurses just to hear the gospel. ഈ ദിവസങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട പലരും പിന്നീട് സുവിശേഷം കേൾക്കാനായി വീണ്ടും ഡോക്ടർമാരെ അത് പറയുന്നവരെയും ബന്ധപ്പെട്ട സംഭവങ്ങളുടെ കേൾക്കാൻ സുവിശേഷം കേൾക്കാൻ. And yesterday on my birthday, there were wishes coming from all over the world, and they were referring to someone or an ordinary one of our believers who preached the gospel, and today they are in Jesus Christ. എനിക്ക് എന്റെ ബർത്ത്ഡേയിൽ പല സന്ദേശങ്ങൾ വന്നത് നമ്മളുടെ ഒരു പ്രിയപ്പെട്ടവർ സുവിശേഷം പറഞ്ഞ് അവരുടെ ജീവിതം എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്നത് ഒരു പറയായിരുന്നു. Now that is why God has placed us in this world today. ഇന്ന് ഈ ലോകത്ത് നമ്മളെ ആക്കി വെച്ചതിന്റെ ഉദ്ദേശം അതാണ്. God has put us in this planet today at this time is to give hope to the whole world. ഇന്ന് പ്രതിസന്ധി എന്ന് പറഞ്ഞ ഈ ലോകത്ത്, ഈ തലമുറയിൽ, ഈ ഒരു പ്രത്യേക സമയത്ത് നമ്മളെ ജീവനോടെ ഇവിടെ വെച്ചതിന്റെ ഉദ്ദേശം പ്രത്യാശയില്ലാത്ത ലോകത്തിന് പ്രത്യാശ പകരുവാനാണ്. It is to tell the world, fear not, there is someone who is alive and who has promised, I will be with you forever. ഭയപ്പെടേണ്ട, ഒരു കർത്താവിന്റെ സാക്ഷ്യം ലോക ജനതയ്ക്ക് കൊടുക്കുവാനാണ് ഈ ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിങ്ങളെയും എന്നെയും ദൈവമാക്കി വെച്ചു. Then Jesus rose up from the dead. യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. And all those who are with me on the screen, all the diocese pastors, all the governors who are there, you will agree with me that there is no joy greater than leading a person to Jesus Christ. ഇന്ന് ഈ സ്ക്രീനിൽ എനിക്ക് കുറച്ചുപേരെ നമ്മുടെ ഡയോസിസ് പാസ്റ്റർമാരെയും ഗവർണർ സംഘങ്ങളെ സ്ക്രീനിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടിയത് എപ്പോഴാ? ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നടത്തിയപ്പോഴല്ലേ. It was a greater joy than money, greater joy than of recognition, greater joy than anything to see one person smiling because they received Jesus through us. That is a greater joy. പണം ലഭിക്കുന്നതിനേക്കാൾ, മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതിനേക്കാൾ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞ് ആ മുഖത്ത് പുഞ്ചിരി വന്നപ്പോഴല്ലേ നമ്മുടെ ഹൃദയം ഏറ്റവും തുള്ളിയത്. Just remember that. അത് ഓർക്കുക. That is the joy. Many people say, I am not happy having joy as before. I am not happy as before. I am having tension, not like before. Go, preach the gospel, win souls, and you will be filled with joy. You won't look at the COVID or economic situation. You will look at the lost, seek them, and rejoice in the Lord.
വിശ്വാസികൾ തന്നെ പലരും, അയ്യോ ഞാൻ വിശ്വാസികൾ വന്ന ആദ്യ നാളിലെ അത്ര ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നില്ല, അത്ര ഉത്സാഹം എൻ്റെ അകത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ചെയ്താൽ മതി, പോവുക, നഷ്ടപ്പെട്ട ജനത്തെ ഈ സുവിശേഷം കൊടുക്കുക, അവരെ ഒന്ന് നേടുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കുറയില്ല. COVID has made us understand that we don't need a stage or light or big sound. We can use our mobile phones to talk to people and save the world. ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം, വലിയ സ്റ്റേജ് വേണ്ട, മൈക്ക് വേണ്ട, പബ്ലിസിറ്റി ഒന്നും വേണ്ട, കേവലം ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ മതി ലോകത്തെ സ്വാധീനിക്കുക. And we can preach the love of God without any opposition. മാത്രമല്ല എതിരാളികളുമില്ല. സുവിശേഷം വെക്കുന്ന സുവിശേഷ യോഗത്തിന് വരാവുന്ന എതിരാളികളില്ല. ആരുടെ എതിര് കൂടാതെ പ്രസംഗിക്കാം. The best way to be happy is to talk to someone about Jesus Christ. ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കണോ, ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, സന്തോഷം പോയില്ല. And your joy will be so full. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. And that is why when we hear the gospel, when you listen to a teaching, get ready to preach to someone else. അതുകൊണ്ടാണ് ഓരോ സമയവും നമ്മൾ വചനം കേൾക്കുമ്പോൾ, വചനം കർത്താവ് നമ്മളോട് ഇടപെടുമ്പോൾ ഇത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ തന്നെ ഒരുക്കുക. We are spiritual beings and only the Spirit can give us life. നമ്മൾ ആത്മീയ ജീവികളാണ്. അതുകൊണ്ട് ആത്മാവിന് മാത്രമേ നമ്മളിൽ ആ സന്തോഷം തരാനൊക്കൂ. And that is why Jesus said, my words are spirit, and that will give you life. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ വചനം ആത്മാവാണ്, ആ ആത്മാവ് നിങ്ങൾക്ക് ജീവൻ തരും. And this is why Jesus came to restore the fellowship. And if we tell the world that there is a God who hears, God who speaks, God whom you can touch the presence, he is so real and he loves you. If we can preach this, I know that all the 8 billion are ready to listen to us. ഈ സമയത്ത് ലോകത്തോട് പറയേണ്ടത് ഒരു മതമല്ല, ഒരു ദൈവമുണ്ട്, നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളുടെ വേദന അറിയുന്ന, വ്യക്തിപരമായി ബന്ധപ്പെടാവുന്ന ഒരു സ്നേഹിതനായി നിങ്ങളുടെ അടുക്ക വരുന്ന ഒരാളുണ്ട്. ആ സുവിശേഷം ലോകത്തോട് നമ്മൾ പറഞ്ഞാൽ 800 കോടി പേരെയും ദൈവത്തിന്റെ സ്നേഹിതരാക്കി മക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. We don't have to compete with anybody. നമ്മൾ ആരോടും ഒരു മത്സരത്തിന് പോകേണ്ട ഒരു ആവശ്യമില്ല. We don't have to say our God is better than that God. ആ ദൈവത്തെക്കാൾ ഞങ്ങളുടെ ദൈവം നല്ലതൊന്നും കമ്പയർ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. We can say taste and see that he is good. നമുക്കിങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾ രുചിച്ച് കർത്താവ് നല്ലവനെന്ന് അറിഞ്ഞു എന്ന് പറയുന്നു. And that is why Jesus, before he was raising from the dead, after he rose up, before his resurrection, the Bible says that he went close to the disciples. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പെന്നല്ലേ പറഞ്ഞു? അതെ, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് നമ്മൾ വായിക്കും. The word in Matthew 28:18, the Bible says like this. യേശു അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും. The word that Jesus went near his disciples shows his desperation, shows the urgency, shows that he is not commanding but requesting. യേശു അടുത്ത് ചെന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ആ സന്ദേശം, ആ അന്ത്യ നിയോഗം കൊടുക്കുന്ന ആ സമയത്ത് തനിക്കുള്ള വ്യഗ്രത, അതൊരു ഒരു 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 അടിച്ചേൽപ്പിക്കുന്ന ഒരു കൽപ്പനയല്ല, മക്കളുടെ അടുത്ത് എന്ന് അവരെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സുവിശേഷത്തിന്റെ വ്യഗ്രതയാണ് നമ്മൾ കാണുന്നത്. He did not climb on a platform and declare, go preach the gospel. I have done my work, if you want, do the work. No, he was concerned about a time after his resurrection. ഒരു സ്റ്റേജിലോട്ട് കയറി നിന്ന് ഒരു മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന പോലെ പോകുവീൻ എന്നല്ല പറഞ്ഞത്, മറിച്ച് അടുത്ത് എന്ന് ഹൃദയം പങ്കിടുന്നത് പോലെ തന്റെ വേല അവരെ ഏൽപ്പിക്കുക. Because after the resurrection he won't be seen. Only the Holy Spirit, whom we cannot see but can feel, and we know he is there, he will be there as our guide and empowerment. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി തന്നെ ആരും ശരീരത്തിൽ
ദൃശ്യനല്ല. ഇനി പരിശുദ്ധാത്മാവ് മാത്രമേ അവരുടെ കൂടെ ഉണ്ടായിരിക്കത്തുള്ളൂ. ആ കാര്യത്തിൽ അവരെ ഉറപ്പിക്കുക. Jesus went near them. യേശു അടുത്ത് ചെന്നു. If he was having all authority, if he could do things with himself, he would just stand up and say, look, you unbelieving, because the word 17 says, read 17 വാക്യം, അവനെ കണ്ടപ്പോൾ when they saw him, അവർ നമസ്കരിച്ചു. they worshipped him. ചിലരോ സംശയിച്ചു. But some doubted him. ചിലർ സംശയിച്ചു. So if they were doubting, he would not just go and command and leave. He went there and he was talking to them individually. I believe if he was there here today, he would be calling out names, holding you and saying, Roy brother, can you do it? Reggie brother, can you go out for me? Thosuti, can you go for me? Everyone name by name. He was holding them, I believe, and telling them, go, please tell the world that there is a God who listens. There is a God who delivers. There is a God who loves you. Please, can you go for me? അവിടെ യേശു അടുത്തു ചെന്നെന്ന് എഴുതിയിരിക്കുന്ന വാക്കിൽ ഇറ്റ് സ്പീക്സ്, ആ വാക്ക് തന്നെ സംസാരിക്കുന്നുണ്ട്. അവിടെ അവർ സംശയിച്ചിട്ടും വേണേ കർത്താവിന് ഇതാണ് എന്റെ കൽപ്പന, നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന കൽപ്പന എന്ന സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞിട്ട് യേശു നിങ്ങൾ പോകാൻ ഇല്ല. യേശു ഓരോരുത്തരെയും അടുത്തെന്നു, ഓരോരുത്തരുടെയും ചെന്ന് കാണും, മകനെ ലോകത്തിന് ഇതിലൂടെയുള്ള രക്ഷ, നീ ഇത് പറയുമോ, നീ ചെല്ലണം, നീ പറയണം. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് റജി, ഓരോരുത്തരെയും പേര് തോമസ്, റജി, ഓരോരുത്തരെയും നോക്കി വിളിക്കുക, നീ പോകുമോ, നീ ഇത് പറയുമോ, നീ പറയുന്നില്ലെങ്കിൽ വേറെ ആരുമില്ല എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യെ പിടിച്ച് പറയുക. He did not say, if you don't preach, I will throw you to hell. നിങ്ങൾ പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ നരകത്തിലിടുമെന്ന് യേശു പറഞ്ഞില്ല. If you don't preach, you are going to be destroyed. നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്നും പറഞ്ഞില്ല. No. This was not a compulsion, but a necessity that he was putting upon you and me. ഇതാരുടെ മേലോ അടിച്ചേൽപ്പിച്ച ഒരു നിർബന്ധമായിരുന്നില്ല, മറിച്ച് താൻ സ്നേഹിച്ചവർ അവരത് ചെയ്യുമെന്നുള്ള ആ ഹൃദയത്തിൽ അവരെ ഏൽപ്പിച്ചു. He said, you cannot do this alone. That is why when the Holy Spirit comes upon you, you will receive power to do this. എന്ന് പറയാണ്, നിങ്ങൾക്കിത് തന്നെ ചെയ്യാനൊക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇത് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. The Holy Spirit has been given to us to empower us, number one, to witness Jesus Christ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മളെ ശക്തീകരിച്ച നമ്പർ 1 കാര്യം അവന്റെ സാക്ഷിയാകുവാനാണ് യേശു. Holy Spirit is not just to say a feeling or a sensation or an emotional churning. It has been given to empower us to reach the 800 crore or 8 billion people. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത് നമ്മുടെ ഒരു വികാരം ഉണർത്തുവാനോ എന്തോ ഒരു ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു ചെറിയ ഫീലിംഗ് അല്ല, മറിച്ച് ഇന്ന് ലോകത്തുള്ള 800 കോടി ജനങ്ങളെ സുവിശേഷം കൊണ്ട് സന്ധിക്കുവാൻ നമ്മളെ ശക്തീകരിച്ചതാണ് പരിശുദ്ധ. Possibility of the Holy Spirit living inside of us. Jesus said, and the ends of the earth. His vision was 8 billion. His vision was every soul on this earth, not any territory. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ കർത്താവിനറിയാം താൻ പകരുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാധ്യത ലോകത്തിന്റെ അറ്റം വരെയാണ്. 800 കോടിയെ സാധ്യമായ ഒരു ഹോളി സ്പിരിറ്റ് ആണ് എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നത്. That is why he said, you are the light of the world. He did not say you are the light of Kottayam or any of your house. The world, whatever possibility that our selection has, God by choosing us has given us as a gift to the whole world. അതുകൊണ്ടാണ് കർത്താവായ യേശു നമ്മളെ വിളിച്ചത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്നാണ്, ഒരു ജില്ലയുടെ വെളിച്ചമെന്നല്ല. നമ്മുടെ അകത്ത് പകർന്നതിന്റെ സാധ്യത എത്രയുണ്ടെന്ന് തന്നെ ആൾക്കറിയാമല്ലോ. But unfortunately we become happy with 100-member church and 1000-member church or a Nehru Stadium filled with people. No, 8 billion
are crying out for help, not knowing whom they are crying for, but we have the solution. How long will we sit down as if we are blind? നിർഭാഗ്യവശാൽ നമ്മൾ 100 പേരെ കിട്ടുന്ന ഒരു സഭ കൊണ്ട് നമ്മൾ തൃപ്തരാകുകയാണ്. നമ്മുടെ ചെറിയ ശുശ്രൂഷയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അതിൽ തൃപ്തരാകുകയാണ്. എന്നാൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നപ്പോൾ ലോകത്തിന്റെ അറ്റത്തോളമുള്ള ഒരു കാഴ്ചപ്പാട് അത് നമ്മളെ എടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. The will of God is that everyone will know that there is a God who is looking out for them who have fellowship with him. ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ 800 കോടി ജനങ്ങളും അവരോരോരുത്തരും അറിയണം, അവരെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ട്, അവർക്ക് വേണ്ടി കൈ നീട്ടുന്ന ഒരു നല്ല അപ്പായ ഉണ്ട് എന്ന് അവരെ അറിയണം. അത് അറിയിക്കുന്നത് നമ്മുടെ ജോലിയാണ്. Jesus came into this world not to save us from hell. He came to this world so that he can talk to us and have fellowship us and plan better things for this world. ഈ എങ്ങനെയെങ്കിലും നരകത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല യേശു തന്റെ ജീവൻ തന്നത്, മറിച്ച് നമ്മളുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് നമ്മളോടുള്ള കൂട്ടായ്മയിൽ സംസാരിച്ച് ഈ ഇന്നത്തെ ലോകത്തെ രക്ഷിക്കാനുള്ള ആ പ്ലാനുകളെ നമ്മുടെ കൂടെ ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. And that is why he, just like he came to the disciples, today he's coming to us and saying, church, come on, wake up. Stop praying, start preaching. Stop being limited, but see the unlimited possibility that I have in you. അതുകൊണ്ടാണ് ഇന്ന് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ ഓരോരുത്തരുടെയും അടുക്കൽ ചെന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മളെ കർത്താവ് ഉണർത്തുകയാണ്. സഭ എഴുന്നേറ്റാട്ട്, നിങ്ങളുടെ അകത്തുള്ള പരിമിതികളില്ലാത്ത സാധ്യത, അനന്ത സാധ്യതകളാണ് ഞാൻ നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്നത്, അതുമായിട്ട് എഴുന്നേൽക്കുക. He said, go preach and make disciples of all nations. നിങ്ങൾ സകല രാജ്യങ്ങളെ ശിഷ്യരാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. Making disciples, he did not say make them Christians. അവരെ ക്രിസ്ത്യാനികളാക്കാനല്ല, ശിഷ്യരാക്കാനാണ്. And what is the term disciple? The meaning of disciple? ശിഷ്യർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? The Bible says Jesus in John 8 said like this. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് ഇപ്രകാരം രേഖപ്പെടുത്തി. And if you abide in my word, you are my disciple indeed, and you shall know the truth, and the truth will set you free. John 8:31 and 32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാ. A disciple is not a fanatic of a religion, but a student who is learning every time, every day. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മത തീവ്രവാദിയല്ല, മതം തലയ്ക്ക് പിടിച്ച വ്യക്തിയല്ല, മറിച്ച് എല്ലാ ദിവസവും ഗുരുവിൽ നിന്ന് പഠിച്ച് ഗുരുവിന്റെ തത്വങ്ങൾ ജീവിതത്തിലാക്കാൻ പഠിക്കുന്ന ഒരു ശിഷ്യനാണ്. And that is why disciple means continuing fellowship with the master. അതുകൊണ്ടാണ് ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ഗുരുവുമായിട്ടുള്ള നിരന്തര കൂട്ടായ്മ എന്നാണ് എൻ്റെ അർത്ഥം. A student who never stops to learn. ഒരിക്കലും പഠനം അവസാനിക്കാത്ത ഒരു ശിഷ്യൻ, ഒരു വിദ്യാർത്ഥി. We were very strict that every believer must do the time alone with God. എല്ലാ വിശ്വാസികളും ടൈം അലോൺ വിത്ത് ഗോഡ്, കർത്താവിനോട് കേട്ടു പഠിക്കുന്ന അത് എല്ലാവരും ചെയ്യും. In the earlier time when we started Heavenly Feast, every believer had to carry the time alone with the God book with them all the time. I could ask them and say, show me your time alone with God. നമ്മുടെ ഉണർവിന്റെ ആരംഭ സമയത്ത് നമ്മുടെ രീതി ഇങ്ങനെയായിരുന്നു, ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യുന്ന ബുക്ക് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. വഴിയിൽ കണ്ടാൽ ഇന്നെന്താ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് തരാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. That time we were forcing people, when you wake up, the first thing, read the Bible, write it down, journal,
journal, and it would be forcing people. They would have thought, what is it? Is it an army? Is it police? Why are you giving us trouble? ആ സമയത്ത് വളരെ നിർബന്ധമായി വിശ്വാസികളോട് പറയുമായിരുന്നു, നിങ്ങൾ രാവിലെ എഴുന്നേറ്റോണ്ട് വേറെ ഒന്നിനും പോകാൻ പറ്റത്തില്ല. നേരെ ബൈബിളിന് മുമ്പിൽ ഇരിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുക, വചനത്തിൽ നിന്ന് കേട്ടുക, അത് വീണ്ടും 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 എഴുതുക. അതിപ്പോ ചിലക്ക് തോന്നാൻ തുടങ്ങി കാണും, ഇതന്നെ ഞങ്ങൾ പട്ടാളത്തിലാണ്, ഞങ്ങളത് എന്തിനു വേണ്ടിയാണ് ഒരുക്കുന്നത്. Some things which we tell very strictly, you have to do it. It is not because we are trying to force you or being lords over you. It is said that you will become a good disciple of Jesus Christ. ഞങ്ങൾ ചില കാര്യങ്ങൾ നിർബന്ധമായി തന്നെ പറയും. അത് നിങ്ങളെ ആരെയും കീഴ്പ്പെടുത്താനോ ഞങ്ങളുടെ കീഴിലാക്കാനോ അല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നല്ലൊരു ശിഷ്യനായി നിങ്ങളെ തന്നെ സ്വയം മരിക്കെടുക്കുവാൻ ആണ് ആ ശിഷ്യത്വം, ആ ഡിസിപ്ലിൻ. If our parents, when we were little children, would look at us crying and saying, no, I don't want to go to school, and said, oh, Pava, don't go to school, we would still be illiterate and uneducated. നമ്മളെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ നമുക്ക് പേടിയും മടിയും ഉണ്ടായപ്പോ, ഇല്ല എനിക്കൊന്ന് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ, അയ്യോ പാവം കുഞ്ഞല്ലേ, എന്നാ ഇനി തൊട്ട് പോകണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളാരും ഇന്ന് ആയിരിക്കുന്ന പോലെ ഇരിക്കത്തില്ല. They used to drag us to school. അവര് നമ്മളെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് സ്കൂളിൽ പോയി. They used to beat us up and say, get into the bus. ബസ്സിൽ കയറുന്നുണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് ഒരെണ്ണം കൂടെ തന്നു. We would feel our daddy and mommy does not love us. നമ്മളെന്നാ ഓർത്ത് ഡാഡിക്കും മമ്മിക്കും എന്നോട് സ്നേഹം കുറഞ്ഞു പോയെന്ന് വരെ ചിന്തിച്ചത്. Why are they beating us like this? I don't know ABCD. The parents did not say, okay, whenever you have time, read this book and learn. No, they used to beat us. They used to be strict with us. നമ്മൾക്ക് ABCD പഠിക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുത്താൽ മതി എന്നാ പറഞ്ഞില്ല. അത് അന്നേരം തന്നെ, ഇപ്പോൾ തന്നെ പഠിക്കണം. അവരെ അതിനായിട്ട് അടിക്കുകയും ഡിസിപ്ലിൻ ചെയ്യുകയും ചെയ്യും. When they used to see us just playing, they would always come and say, പഠിക്കാനൊന്നുമില്ലടി, പഠിക്കാനൊന്നുമില്ലടാ, പോയി പഠിക്ക. They used to be so strict with us. നമ്മൾ ചുമ്മാ കളിച്ചു നടന്നപ്പോൾ അവർ വന്ന് നമ്മളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിച്ച് നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് നടത്തി. But today we thank them because they were strict. Today we can read the Bible. We can read, and we are now engineers, doctors, businessmen, because they forced us something. We learn. Otherwise, today we would be saying so many A and B in this Bible, and we could not read. ഇന്ന് അവർ നമ്മളെ അന്ന് അതുപോലെ ഫോഴ്സ് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നു. എഞ്ചിനീയർമാരായി, ഡോക്ടർമാരായി, ഇന്ന് ശുശ്രൂഷകരായി ഒക്കെ നമ്മൾ ഇരിക്കാൻ, നമ്മൾ പലതും പഠിക്കാനും ഇവിടം വരെ എത്തിയത് അവര് നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും നമ്മളെ ഫോഴ്സ് ചെയ്തത്. Same way we are to abide in the word for the real growth, the possibilities of Jesus Christ. അതുപോലെ തന്നെ അന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധമായി നമ്മളെ ശ്രദ്ധിപ്പിച്ചിരുത്തിയത് കൊണ്ടാണ് ഇവിടെ ഇന്ന് നമ്മൾ ഇത്രയും ഉയർന്നത്. ഇന്ന് ദൈവവചനമാകുന്ന ദൈവവചനത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നു നമ്മൾ. അതിനകത്ത് തന്നെ ഇരിക്കണം. It was not our feeling. I don't feel like studying, so I'm not studying. No, we would study 100%, but in the spiritual we are not so. We say, oh, I don't feel like praying, I don't feel like reading the Bible, so leave it. The truth is, this is more important, because the more powerful you are in inner being, you can do greater things you can imagine. ലോകത്തിന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞപ്പോഴും ബോറടിച്ചപ്പോഴും, ഇല്ല അങ്ങനെ ഇരുന്നാൽ ഒക്കത്തില്ല, ഞാന് എന്റെ ഇഷ്ടങ്ങളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ ബാക്കിയെല്ലാം മാറ്റിവെച്ച് പഠിത്തത്തിന് കൊടുത്തെങ്കിൽ ആത്മീയ കാര്യത്തിൽ അതിലും എന്നേക്കും നിലനിൽക്കുന്ന ആത്മീയ കാര്യം വന്നപ്പോൾ അവിടെ നമുക്ക് കുഴപ്പാമെന്നാണോ, അവിടെ നമുക്ക് എനിക്കിന്ന് തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ അത്ര ഒരു മൂഡില്ല എന്ന് പറയാൻ നമുക്ക് ഒക്കുമോ? ഇത് അതിലും ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മുടെ മൂഡുകളെ മാറ്റിവെച്ച്, നമ്മുടെ ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലേലും മാറ്റിവെച്ച് ഇതിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. If you seek the kingdom, if you seek the word, everything that you desire will be added to you. മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യം അന്വേഷിപ്പിൻ. സീക്ക് എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തും വരെ തിരഞ്ഞ ഫുൾ മനസ്സ് കൊടുത്ത് അതിനെ തേടുന്നതിന്റെ വാക്കാണ്. അത് ചെയ്താൽ
ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ആഡഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. We always say the word, you shall know the truth and the truth will set you free. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വചനമാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. But the word starts with, then you will know the truth and the truth will set you free. When you abide in the word, you will know the possibilities that God has given into you, the prosperity that God has given into you, the healing that God has given into you, the love that God has trusted in you. You will know that and your mind will be free. അവിടെ സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് നമ്മൾ സാറിന് പറയാറുള്ളൂ. ഇംഗ്ലീഷിൽ വെച്ചാൽ then, അങ്ങനെ ആയാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എങ്ങനെ ആയാൽ? എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ, എന്റെ വചനത്തിൽ നിങ്ങൾ വസിക്കുന്നെങ്കിൽ, എന്റെ വചനത്തോടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും, അതെ കർത്താവിന്റെ വചനത്തിൽ കൂടെയുള്ള നമ്മുടെ സൗഖ്യം, കർത്താവിന്റെ വചനത്തിൽ കൂടെ നമ്മുടെ അനുഗ്രഹങ്ങൾ, കർത്താവിന്റെ വചനത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞ് അതിനോട് കൂട്ടായ്മ അതിൽ തന്നെ ഇരിക്കുന്ന വ്യക്തിക്കായിരിക്കും ഇതെല്ലാം ലഭിക്കുന്നത്. Oh, then we will understand that my God has put us such a responsibility upon us to become witnesses of him wherever we are. Might be you're a doctor, engineer, businessman, wherever you are, 24/7. We are the ambassadors of God. We are people who are entrusted with a responsibility to be witness of God, and not by our power, not by our might, but by the power of the Holy Spirit which has been given inside of us. അപ്പോൾ നമുക്ക് മനസ്സിലാവും 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസങ്ങളിലും 365 ദിവസങ്ങളിലും എന്നെ ഈ ലോകത്താക്കിയിരിക്കുന്ന കർത്താവിന്റെ അംബാസഡർ ആയിട്ടാണ്. കർത്താവിന് പകരം ദൈവത്തോട് നിരന്നുകൊള്ളുവെന്ന് പറയുവാൻ സാക്ഷിയായിട്ടാണ് എന്നെ വിട്ടതിന്റെ ഉദ്ദേശം. അതാണ് നമ്മൾ ആ വചനത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ബോധ്യമുള്ളവരാണ്. Go make them disciples. പോകുവീൻ അവരെ ശിഷ്യരാക്കുവീൻ. Go make them disciples. പോകുവീൻ അവരെ ശിഷ്യരാക്കുവീൻ. Don't make them Christians. അവരെ ക്രിസ്തു മതക്കാരാക്കണ്ട, ക്രിസ്ത്യാനികളാക്കണ്ട. Make them teachers and seekers of the truth through the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തെയും ദൈവത്തിന്റെ സത്യങ്ങളെയും അന്വേഷിച്ച് കണ്ടെത്തുന്ന ശിഷ്യരാക്കിയവരെ മാറ്റുവീൻ. And then they will understand that their supply, their trust is in God, trust is in Jesus. He is the source of all supply and will make them content. Their thirst will end and the rivers and fountains of joy will come out of them. അപ്പോൾ അവർക്ക് മനസ്സിലാവും അത് തേടുമ്പോൾ ആ കർത്താവിലുള്ള തൃപ്തി അവർക്കുണ്ടാവും. മാത്രമല്ല അവർക്ക് വേണ്ടതെല്ലാം നൽകപ്പെടും. അപ്പോൾ ആ സമയത്താണ് സന്തോഷത്തിന്റെ നദി അവരിൽ നിന്ന് പുറപ്പെടും. Number 1 is to witness someone and to tell them that God loves them and God wants to have fellowship with you. ഒന്ന്, നമ്മൾ കണ്ടെത്തുന്ന ഓരോ വ്യക്തികളോടും ഈ ലോകത്തിലെ ഓരോ മനുഷ്യരോടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു ഫെലോഷിപ്പ് ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് പറയാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. We are not to be ashamed. നമ്മളതിന് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. Because this is we are having a treasure with us. കാരണം നമ്മുടെ കയ്യിൽ ഒരു വലിയ നിധി ഭരമേൽപ്പിച്ചിരിക്കുക. And then the Bible says, teaching them all that I have taught you. തുടർന്ന് പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കുക. Jesus never said make them believers. Jesus said make them disciples. യേശു ഒരിക്കലും പറഞ്ഞില്ല അവരെ നിങ്ങൾ വിശ്വാസികളാക്കാൻ, മറിച്ച് ശിഷ്യരാക്കാനാവും. Meaning to say like Jesus. അതിന്റെ അർത്ഥം ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുക, യേശുവിനെ പോലെ ആകുക. That is why Jesus said, work that I do, you will also do greater work. That has to be told to the whole world that you are carrying a powerhouse inside of you when Christ comes inside of you. നമ്മൾ അവരോട് പറയേണ്ടത്, യേശു പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളൊരു പവർ ഹൗസായി മാറ്റപ്പെടുക. നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ വിടുതലാവും. Everyone who is listening to me today,
God does not want you to be just like this, but wants you to be a disciple like Christ, going, healing the sick, telling the truth in love, and setting people free and making them vessels that God, who will carry God in them. ഇന്ന് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെ കുറിച്ചും കർത്താവ് പറയുന്നത്, ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരാനല്ല കർത്താവിന്റെ ആഗ്രഹം. മറിച്ച് ലോകത്തിലെല്ലാം കടന്നുപോയി കാണുന്ന ഓരോരുത്തരോടും, മുമ്പിലുള്ള ഓരോരുത്തരോടും യേശുവിന്റെ സ്നേഹം പറയുകയും രോഗികളെ സൗഖ്യമാക്കുകയും വൻ കാര്യങ്ങൾ കർത്താവിന് ചെയ്ത് സുവിശേഷത്തിന്റെ വ്യാപ്തിയാണ് എന്നെ നിങ്ങളെ ആക്കിയത്. Everyone is responsible for this gospel. ഈ സുവിശേഷത്തിന്റെ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുക. It is not some pastor or some apostle or some evangelist. Everyone is a witness of Jesus Christ. ഇത് ഒന്നോ രണ്ടോ പേരെ ഏൽപ്പിച്ചിരിക്കുകയല്ല, എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുക. Everyone can heal the sick. Everyone can speak the word. Everyone, if they are ready to be witness, 8 billion souls can be reached by the love of Jesus in a few months. എല്ലാവരും, എല്ലാ വിശ്വാസികളും, ഈ യേശുവിന്റെ സ്നേഹം പറഞ്ഞ എല്ലാവരും ഈ കർത്താവിന്റെ സാക്ഷ്യം പറഞ്ഞാൽ മാസങ്ങൾക്കകം 800 കോടിയിലധികം ജനങ്ങളും കർത്താവിന്റെ സ്നേഹമുള്ളൂ. If a virus called COVID, which was found in China in December 2019, by 4 months brought the whole world into a lockdown, how much greater is the power of the gospel if everyone takes responsibility. 2019 ഡിസംബറിൽ വുഹാനിൽ ചൈനയിൽ ഉണ്ടായ COVID-19 എന്ന് പറയുന്ന ഒരു വൈറസിന് 4 മാസം കൊണ്ട് ലോകത്തിന്റെ അറ്റത്തോളം എത്തി ലോകത്തെ മുഴുവൻ ലോക്ക്ഡൌണിലാക്കാൻ കഴിയുന്നു. ദൈവശക്തി കൊണ്ട് നിറഞ്ഞ സുവിശേഷത്തെ നമ്മൾ ഓരോരുത്തരും എടുത്തുപയോഗിച്ചാൽ അതിലും എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് മുഴു ലോകത്തെയും അത് സ്പർശിക്കും. Oh, I pray, and we all should pray, that everyone, every church will stand shoulder to shoulder, because the gospel is the power of God to change. It can shut down every power of darkness. It can shut down everything that is contrary to humanity. If we preach the power of God, which is in the gospel, the glory of God will come on the earth. സുവിശേഷം തന്നെയാണ് ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്ന സുവിശേഷത്തിലാണ്. ആ സുവിശേഷം നമ്മൾ കയ്യിലെടുത്താൽ എല്ലാ വിരുദ്ധ ശക്തികളും, എല്ലാ അന്ധകാര ശക്തികളും മാനവജാതിയെ തകർക്കുന്നതിനെ മുഴുവൻ ലോക്ക്ഡൌൺ ചെയ്തിട്ട് സുവിശേഷം ബലത്തോടെ മുമ്പോട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരും അത് കയ്യിലെടുത്താൽ. I preach the gospel. We preach the gospel not to spread Christianity, but we know that the gospel is the glory of God. Gospel is the power of God to save humanity. That is why we preach the gospel. ക്രിസ്തുമതം പ്രചരിപ്പിക്കാനല്ല നമ്മൾ സുവിശേഷം പറയുന്നത്, പക്ഷേ സുവിശേഷം ഓരോ വ്യക്തിയുടെ നിത്യത വരെയുള്ള സാധ്യത അവർക്ക് പറഞ്ഞു കൊടുക്കുവാനാണ് നമ്മൾ സുവിശേഷം. And that is why we all together, when we preach, using every means, Paul said, somehow I want to win another soul. പൗലോസ് ശ്ലീഹ പറയുന്നതുപോലെ വല്ല വിധേനെ എനിക്ക് ലഭിക്കാവുന്ന എല്ലാ മീൻസും ഞാൻ സുവിശേഷം അറിയിക്കാനായിട്ട് ഉപയോഗിക്കും. Today, let us stir ourselves up. Let us stir ourselves with the responsibility that God has given us. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വ ബോധ്യത്തോടെ ഇന്ന് എല്ലാവർക്കും അവരവർക്ക് തന്നെ അവരവരെ ഒന്ന് ഉത്സാഹിപ്പിക്കാം, നമ്മളെ ഒന്ന് ഉണർത്താം. The power of God is given us, number 1, to witness Jesus Christ. Number 2 is to teach every man so that they can become like Christ. ഒന്നാമതായി ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നത് സാക്ഷിയാകാൻ. ലോകത്തിലെ ഓരോ വ്യക്തിയും 800 കോടി ജനങ്ങളോടും സാക്ഷ്യം പറയാനുള്ള ശക്തിയാണ്. രണ്ടാമതായി അത് ക്രിസ്തുവിന്റെ തലയോളം അവരെ വളർത്തുവാൻ, അവരെ ശിഷ്യരാക്കാൻ, അവരെ ക്രിസ്തുവിൽ തികവിലെത്തിക്കാൻ ഉള്ള ശക്തിയും കൂടാണ്. This is a troublesome job. ഇത് വളരെ പ്രയാസമേറിയ ഒരു ജോലിയാണ്. It is a very challenging job. ഇത് വളരെ വെല്ലുവിളിയുള്ളതാണ്. But that challenge is easy when we work with the Holy Spirit. എന്നാൽ ഈ പ്രയാസമേറിയ ജോലി
പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ചെയ്യുമ്പോൾ വളരെ ആയാസരഹിതമായി. We don't want to prove to the world about our numbers. നമുക്ക് സഭയിൽ ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞ് ആരെയും കാണിക്കേണ്ടതൊന്നും നമുക്കില്ല. No woman gives birth to a child to show how that she has the power to bear a child and look, I can also bear a child. No. എനിക്ക് പ്രസവിക്കാൻ ശക്തിയുണ്ട്, ഞാനും അതിന് കഴിവുള്ളവളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാറില്ല. If that was the motive, after giving birth she would leave the child and go for the second birth, but she patiently brings the child up to become better than her. ഞാൻ നല്ല പ്രസവിക്കാൻ കഴിവുള്ള ഒരുത്തിയാണെന്ന് തെളിയിക്കാനായിരുന്നു അവളുടെ താല്പര്യമെങ്കിൽ ആദ്യ കുഞ്ഞിനെ പ്രസവിച്ചിട്ടിട്ട് അതിനെ വിട്ടിട്ട് അടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് എന്തോ തെളിയിക്കാൻ അവൾ ശ്രമിച്ചേനെ. എന്നാൽ അവളൊരു അമ്മയാണ്. അവൾ ആദ്യ കുഞ്ഞിനെ അതിനെ വളർത്തിയെടുക്കാനാണ് അവയിലെ അമ്മ അവളിൽ പ്രവർത്തിക്കുന്നത്. And that is why Paul, when he writes to the Thessalonians, he says, I was like a nursing mother to you. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ ഞാൻ ഒരു പാല് കൊടുക്കുന്ന അമ്മയെ പോലെ ആർദ്രതയോടെ നിങ്ങളുടെ ഇടയിലായി. Whom am I talking to? ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? Not to pastors, not to just the DPs. I am talking to the whole world. Everyone who said Jesus is my Lord is responsible disciple of Jesus Christ. ഇന്ന് ഞാൻ ഡയോസിസ് പാസ്റ്റർമാരോടോ പാസ്റ്റേഴ്സിനോ ശുശ്രൂഷകരെന്ന് പേരുള്ളവരോടോ അല്ല, യേശു എന്റെ കർത്താവാണെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം ഓരോ വിശ്വാസികളോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. That we all may minister is what the book of Ephesians says. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് എല്ലാവരെയും ശുശ്രൂഷയുടെ വേലയ്ക്ക് സജ്ജരാക്കുവാനാണ് ശുശ്രൂഷകരെ ആക്കി വെച്ചത്. Colossians 1:24 the Bible says. കൊലോസ്യർ 1:24 ബൈബിൾ ഇങ്ങനെ പറയുന്നു. Oh, that you have to be fulfilled. I am filling it in my butter. Waichu. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. I am suffering which was lacking in the afflictions of Christ for the sake of the body. For the sake of the body. ക്രിസ്തുവിന്റെ സഭയായ ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കു വേണ്ടി ആ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് ഞാൻ ഇതാ ചെയ്യുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. This suffering is not a sickness or financial poverty. His suffering is to teach and preach and make disciples so that they will become a powerful weapon in the hands of Jesus. അവിടെ പറയുന്ന ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് പറയുന്നത് പീഡനമോ രോഗമോ ഒന്നും പൗലോസ്ലീഹ അനുഭവിക്കുകയല്ല. ആ ഭാവം വായിക്കുമ്പോൾ മനസ്സിലാവും ഈ ക്രിസ്തുവിനെ അവർക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ, ക്രിസ്തുവിലുള്ള അവരുടെ സാധ്യത അവരെ വളർത്തുവാൻ, ക്രിസ്തു എന്ന തലയോളം അവരെ ഒന്ന് ആക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ ഇവിടെ പ്രവർത്തിക്കുകയാണെന്ന്. To tell them that Christ, the hope of glory, is in you, just like it is in me. എന്നിലുള്ളതുപോലെ തന്നെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അതേ പവറോടെ നിങ്ങളുടെ അകത്തുണ്ടെന്ന് വിശ്വാസിയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശക്തി രണ്ടാമതായിട്ട് എന്നിൽ പ്രവർത്തിക്കും. And that I may warning every man, teaching with all wisdom, that we may present every man perfect in Christ, not just giving birth to a child, but taking care of the child so that they become better than us. അതിന് ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്ന എന്തിന് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. I am telling you, the Holy Spirit today is more anxious, more ready to cooperate with us, walk with us. Number one, to be witness of Jesus. Number two, to take an extra mile to disciple people and make them like Christ, not Christian, but like Christ Jesus himself. Not to be a part of a religion, but the body of Christ, responsible to take the gospel further to the ends of the earth. ആകയാൽ എന്തിനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ചേർന്ന് നടക്കുന്നത്? എന്തിനാണ് പരിശുദ്ധാത്മാവ് തന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്? ഒന്ന്,
അവസാനത്തെ വ്യക്തിയോടും യേശുവിലേക്ക് യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിനക്കും കർത്താവിന്റെ രക്ഷ നിനക്കുമുള്ളതാണെന്ന് ഓരോരുത്തരോടും പറയുവാൻ. 2, ഒരമ്മയെ പോലെ നമ്മളെ ജനിപ്പിച്ച വ്യക്തിയെ ക്രിസ്തുവിൽ ആ വ്യക്തിയുടെ സാധ്യതകൾ ഇനി നമ്മളിൽ ആശ്രയിച്ച് കഴിയുന്ന ഒരാളായിട്ടല്ല, ക്രിസ്തുവിന്റെ തലയോളം അവരെയും വളർത്തിയെടുക്കുന്ന ഒരമ്മയുടെ ആർദ്രത. രണ്ടാമത്തേതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നമ്മൾ The Bible says in the book of Philippians chapter 3 that we are citizens of heaven. ഫിലിപ്പിയ ലേഖനം 3 പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. We are citizens of heaven. That is why nothing in this world affects us. Even though we are in the world, we are out of the world. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കും, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൽ നിന്ന് എപ്പോഴോ വെളിയിലാണ്. Nothing in this world affects us. We are in Christ. Whatever happens in this world, we are in Christ, like Noah was in the ark. നോഹ എങ്ങനെ പെട്ടകത്തിനകത്തായിരുന്നോ പുറത്തുള്ള പ്രളയം കണ്ടതുമില്ല അറിഞ്ഞതുമില്ല എന്നതുപോലെ നാം ക്രിസ്തുവിൽ ആണ്. ക്രിസ്തുവിൽ ഇരിക്കുന്ന നമുക്ക് ഈ ലോകത്തേതൊന്നും നമ്മളെ ബാധിക്കില്ല. That is number 1. അതൊന്ന്. You are a citizen of heaven. നിങ്ങൾ സ്വർഗത്തിന്റെ പൗരന്മാരാണ്. But everyone has an opportunity as a new creation to go to the world and reconcile the world to God through Christ, which is working in us. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസികൾക്കും ഒരു വലിയ സ്ഥാനവും പദവിയും ഉദ്യോഗവും തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്ഥാനാവധി അംബാസഡർ എന്ന നിലയിൽ കാണുന്ന ഓരോ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് നിങ്ങൾക്കും ദൈവത്തോട് നിരക്കാം എന്ന് പറയുവാൻ ദൈവിക ഉത്തരവാദിത്വവും അതിന് സാധിക്കുന്ന ഏക വ്യക്തി നിങ്ങളാണ്. The Bible says, as God worked in Christ, reconciling the world to him, same word of reconciliation is given to us as we are ambassadors of God. ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ സ്ഥാനാവധികളായി ഇന്നത്തെ ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കാൻ എന്നിലൂടെയും നിങ്ങളിലൂടെയും കർത്താവ് നിർത്തിയിരിക്കുകയാണ്. Some choose to be citizens, but some choose to be ambassadors. ചില ആൾക്കാർ കേവലം പൗരന്മാരായി മാത്രം നിൽക്കുകയാണ്, പക്ഷെ ചിലര് പൗരനായ പോരാ അംബാസഡർ ആവും. And when you become the ambassador, when the responsibility you take and say, no, I will reconcile the world to Jesus, suddenly your situations begin to change. Everything, I underline, everything that you need now is supplied by the kingdom. ഒരു പൗരന് ആ രാജ്യത്തിൽ നിന്നുള്ള നന്മകൾ അതെങ്ങനെ കിട്ടാം അതിൽ മാത്രം ചിന്തിക്കുമ്പോൾ, എന്നാൽ പൗരനായിട്ട് ചിന്തിച്ചയാൾ അംബാസഡറായി ഈ ദൈവരാജ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അംബാസഡറായി തീരുമ്പോൾ പിന്നെ രാജ്യമാണ് ആ വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവനൊന്നിനും കുറവില്ല. Ambassador of India in America or anywhere in the world, he doesn't have to worry where his children going to study. He doesn't have to worry where he's going to stay. He doesn't have to worry what he's going to eat. What his car will be. Everything the nation that sent him becomes responsible. ഇന്ത്യയുടെ അംബാസഡറായിട്ട് വേറൊരു രാജ്യത്ത് പോയ ഒരാള് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ എവിടുന്ന് ഭക്ഷണം കഴിക്കും, എവിടെ താമസിക്കും, എന്റെ മക്കളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കും, ഇതൊന്നും ചിന്തിക്കേണ്ട. അംബാസഡർക്ക് വേണ്ടി രാജ്യം തന്നെ ഇങ്ങനെ ചെല്ലുന്നതിന് മുമ്പ് സകലവും പ്രൊവൈഡ് ചെയ്ത് വെച്ച് അവന് വേണ്ടിയ കാറ്, അവന് വേണ്ടിയ വീട്, അവന് വേണ്ടിയതെല്ലാം അവിടെ ഒരുക്കിയിട്ടുള്ളൂ. Oh, how can I pay the fees of my children? How can I pay the rent? He doesn't have to worry. The nation which sends him, even if the nation is the poorest nation, they are responsible for the ambassador. ഈ അംബാസഡർ എന്റെ മക്കളുടെ ഫീസ് എവിടെ നിന്ന് കൊടുക്കും, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ വാടക എവിടെ നിന്ന് കൊടുക്കും, ഒന്നും ചിന്തിക്കണ്ട. അദ്ദേഹം രാജ്യത്തെ പ്രതിനിധീകരിച്ചവരായിരുന്നാൽ മാത്രം മതി. ഇനി ആ അയച്ച രാജ്യം ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായിക്കൊള്ളട്ടെ, അംബാസഡറുടെ കാര്യത്തിന് ഒരു മുട്ടും വരും. I want to ask you one thing. When God, the ruler of a kingdom, the creator himself, when you become his ambassador, will you lack anything in your life? Do you have to worry about anything in your life? Choice is yours. You can be a citizen or an ambassador. സർവ നന്മകളുടെയും നിറകുടമായിരിക്കുന്ന, സർവ നന്മയും സൃഷ്ടിച്ചിരിക്കുന്ന
ആ ദൈവത്തിന്റെ ഒരു കുറവുമില്ലാത്ത ദൈവരാജ്യത്തിന്റെ അംബാസഡറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വല്ലതിനും കുറവ് വരുമോ? അതുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുക്കുക, കേവലം ഒരു പൗരനായിരിക്കുമോ അതോ അംബാസഡർ ആകും? When I see the heart of Jesus, ഞാൻ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തുടിപ്പ് കാണുമ്പോൾ, the burden that he has for the lost, നഷ്ടപ്പെട്ട ജനങ്ങളെ കുറിച്ച് നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തുടിപ്പ് നമ്മൾ കാണുമ്പോൾ, sometimes I think about myself. Am I doing the right job which he has entrusted me? പലപ്പോഴും ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കാറുണ്ട്. ചെയ്യേണ്ടതാണോ, ചെയ്യേണ്ട പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ? No, I have to do more. ഇല്ല, ഇനിയും ചെയ്യണം. Jesus said like this. യേശു ഇങ്ങനെ പറഞ്ഞു, even though you have done a whole work for him, you should always have this mind, I could not do enough what he has entrusted me. യേശു ഒരു ഉപമയിൽ പറഞ്ഞ പോലെ, ഞാൻ അപ്രയോജനമുള്ള ഭൃത്യൻ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, അല്ലെ ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല എന്ന മനോഭാവം. No, we cannot say, oh, I worked a lot. No, we have not worked a lot. I know the day I decided I am going to reach to 8 billion, something happened to my mind, something happened to my body. God started renewing the strength inside of me, renewed the dream, renewed the vision. I can see angels and chariots of fire always surrounding me, talking to me, the Holy Spirit working in me. I know together we can reach the 8 billion. ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചെന്നോ, ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നോ, ലഭിച്ചു കഴിഞ്ഞെന്നോ, തികഞ്ഞവനായെന്നോ നമ്മുടെ ഉള്ളിൽ തോന്നരുത്. എനിക്ക് ഈ ദിവസങ്ങൾ അതല്ല തോന്നുന്നത്. അതെ, 800 കോടി ജനങ്ങളെ നേടുവാനായി, മുമ്പിലേക്ക് ആയുവാനായി എന്റെ അകത്ത് ഒരു വലിയ കത്തൽ വരികയാണ്. എന്റെ ചുറ്റും ദൈവദൂതന്മാർ എന്നോട് അതാണ് സംസാരിക്കുന്നത്. എന്റെ ചുറ്റും ദൈവത്തിന്റെ ശബ്ദം, ഞാൻ അതാണ് കേൾക്കുന്നത്. മുമ്പോട്ടോടുക, ഒരു മുഴു ലോകത്തെ നേടിയെടുക്കുക, യേശുവിന്റെ രക്ഷ അവർക്ക് കൊടുക്കുക. I can see the cloud of witnesses surrounding me, always saying, go, 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 go. Looking at Jesus, the Savior, the author and finisher of my faith, the cloud of witnesses who suffered for Christ, the cloud of witness who moved on faith. I have a greater possibility. I have a greater responsibility. I am going to move in the love of God. The pressure is building inside of me. സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്റെ ചുറ്റും, അത് മേഘം പോലെ സാക്ഷികൾ എന്റെ ചുറ്റും നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തവർ, സുവിശേഷത്തിന് വേണ്ടി ഓടിയ, ഈ ലോകത്തിന്റെ സുവിശേഷത്തിന്റെ ആരംഭം മുതൽ ജീവൻ കൊടുത്തവർ, സുവിശേഷത്തിന് വേണ്ടി നിന്ന സാക്ഷികളുടെ ഒരു വലിയ സമൂഹം എന്നോട് പറയുന്നത് പോലെ, ഞങ്ങൾക്ക് ചെയ്തതിനേക്കാൾ വലുതിനായി മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് പോലെ എനിക്ക് എന്റെ ഹൃദയത്തിൽ അറിയാം. I can hear the martyrs for Christ. I can hear the witnesses of Jesus cry out and say, we have sowed in tears. Come on, go and take the harvest in joy. അവര് കർത്താവിന് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത പലരും ആ പറയുന്ന ശബ്ദം എന്റെ കാതിൽ മുഴങ്ങുന്നു. അതെ, ഞങ്ങൾ ജീവൻ വെച്ചു കൊടുത്തു, ഞങ്ങൾ കണ്ണുനീരോടെ വിതച്ചിട്ടിട്ടുണ്ട്, നിങ്ങൾ ഇനി പോയി ആർപ്പോടെ കൊയ്താൽ. Oh, we have to take the harvest or it will become white. Just like Jesus said, lift your eyes. Don't look into the world. Don't look at the challenge. Don't look at the question marks, but lift your eyes and look at the harvest. It is already white. People are without hope, without anything. Here we have the solution to the world. Jesus Christ is Lord. Jesus saves. ഇപ്പോൾ തന്നെ വയലുകൾ കൊയ്ത്തിനായി വെളുത്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. വെളുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അവർ താഴെ വീണു പോകും. അവർ വെളുത്തു കഴിഞ്ഞിരിക്കുകയാണ്, സമയമായിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ തല ഉയർത്തുക. ആ പ്രതിസന്ധിയിലേക്ക്, ആ പ്രശ്നത്തിലേക്ക്, ആ ഭീതിയിലേക്ക് കണ്ണു നട്ടിരിക്കാതെ തല ഉയർത്തിയാൽ വയലുകൾ ഇപ്പോൾ തന്നെ വെളുത്ത കാഴ്ച കാണാം. Oh, everyone start worshiping in the Holy Spirit. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. Oh, as you are praying, pray like this: Father, give me the burden for the lost. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി വലിയൊരു ഭാരം എന്നിൽ തരണമേ. Give me that compassion to seek the lost. കർത്താവേ, നഷ്ടപ്പെട്ടവരെ തിരയുവാനുള്ള എന്റെ കർത്താവിന്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ കമ്പാഷൻ തരണമേ. Ask the Holy Spirit, help me to cry when I see the lost, cry when I see people suffering.
തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ജനത്തെ കാണുമ്പോൾ അവരെ കുറിച്ചുള്ള ഒരു നിലവിളി, യേശുവിന്റെ നിലവിളി എന്റെ അകത്ത് തരണമേ. Oh, yesterday when Thomas Ruti brother was going for a marriage, when he saw all the houses closed, all the people in fear, he started weeping and crying and calling me and say, look at the hopeless people. We have a hope beyond death. We have a hope beyond this world. That is why we are so happy. These people, oh, he was crying. That is the cry, not of sadness, but it is the burden, the compassion of Jesus Christ. ഇന്നലെ തോമസ് കുട്ടി ബ്രദർ ഒരു വിവാഹം നടത്താൻ പോകുമ്പോൾ വഴിക്ക് വെച്ച് അടഞ്ഞ വീടുകൾ കണ്ടപ്പോൾ, അടഞ്ഞ സ്ട്രീറ്റുകൾ കണ്ടപ്പോൾ, ജനങ്ങൾ ഭയന്ന് വീട്ടിലിരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്നൊരു നിലവിളി അവിടെ തന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു. അയ്യോ, ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നതിന് അർത്ഥമുള്ളത്, അവർക്ക് യേശുവിനെ അറിയില്ലല്ലോ. എന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു നിലവിളി വരുന്നു. ഞാൻ അപ്പോളെ തങ്കു ബ്രദറിനെ വിളിച്ചു. തങ്കു ബ്രദർ പറയായിരുന്നു, ആ നിലവിളി അതാണ് ഇപ്പോൾ തങ്കു ബ്രദർ പറഞ്ഞു. ആ നിലവിളി തോമസ് കുട്ടി ബ്രദറിന്റേതല്ല, യേശു അകത്ത് നിലവിളിക്കാണ്. ഈ ജനം എന്ത് ചെയ്യും? അവരെ കുറിച്ചുള്ള ഒരു വലിയ കമ്പാഷൻ ഉണ്ടാകും. We have a hope, a living hope in Christ Jesus. നമുക്ക് ജീവന്റെ ഒരു പ്രത്യാശ ക്രിസ്തുവിൽ ഉണ്ടല്ലോ. One of our sister is having COVID and she was in the hospital. നമ്മുടെ ഒരു സഹോദരി കോവിഡ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. She was breathing very, very hard. She cannot get the breath. വളരെ ബുദ്ധിമുട്ടി ശ്വാസം കഴിക്കുവാൻ വളരെ വിഷമിച്ചുകൊണ്ടിരുന്നു. She sent me a WhatsApp message. എനിക്ക് ഒരു വാട്സാപ്പ് സന്ദേശം ആ സഹോദരി അയച്ചു. I cannot breathe. എനിക്ക് ശ്വാസം കഴിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ വിഷമിക്കുന്നു എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് സന്ദേശം എനിക്ക് ആ സഹോദരി അയച്ചു. My body is in pain. എന്റെ ശരീരം ആസമതലം വല്ലാത്ത വേദനയാണ്. But I want to tell you, Tangu brother, this COVID cannot subdue me. Even if I die, just my body dies, I am arriving in heaven with Jesus. തങ്കു ബ്രദറെ, ഈ വേദനയ്ക്കോ കോവിഡിന് എന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്റെ ശരീരത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ ശരീരത്തെ ഇനി അത് കൊന്നാലും എന്നെ അത് തൊടത്തില്ല. ഞാൻ എന്റെ കർത്താവിന്റെ മടിയിലായിരുന്നു. Oh, such a hope that was coming. This is the hope that the world needs, that nothing can subdue them. We are above them. ആ സഹോദരി പറഞ്ഞ പോലെ ഈ കോവിഡിനെ എന്നെ കീഴ്പ്പെടുത്താൻ ഒക്കത്തില്ല, അതെന്റെ ശരീരത്തെ തൊട്ടിട്ടുള്ളൂ. ഈ പ്രത്യാശ ലോകത്തിനില്ല. അവര് ഭീതിയിലാണ്. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഒരു മതമല്ല. യേശുവിൽ അതുണ്ട്. And she was gasping for breath when the doctor came and started crying because his sister, the doctor's sister, passed away. ഒന്നുകൂടെ പറയാമോ? When she was crying and when she was going through this pain, the doctor that was treating her came to her and was crying that his sister passed away. ഈ സഹോദരി ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവളെ ചികിത്സിച്ച ഡോക്ടർ വന്നിട്ട് മലയാളത്തിൽ പറയാം. ആ ഡോക്ടർ വന്ന് കരഞ്ഞോണ്ട് പറയാം, എന്റെ പെങ്ങൾ മരിച്ചുപോയി. ആ ഡോക്ടർ വന്ന് കരഞ്ഞോണ്ട് പറയാം, എന്റെ പെങ്ങൾ മരിച്ചുപോയി. നീ മരിക്കാൻ പോയിട്ടും നിന്റെ അവസ്ഥ അതുപോലെ മോശമാ, എന്നിട്ടും നീ എന്ത് സന്തോഷത്തോടെ ആയിരിക്കുന്നേ? ഇതെന്തൊരു പ്രത്യാശയെ? The doctor is asking, how can you be so happy? She is trying to console all the patients in the hospital when she herself is gasping for breath. ഡോക്ടർ അത്ഭുതപ്പെടുത്തി. ആ സഹോദരി ജീവൻ എന്ന് കിട്ടാൻ വേണ്ടി ശ്വാസം മുട്ടുകയാണ്. പക്ഷെ അപ്പോഴും അവളുടെ ചിരിക്കുന്ന മുഖം, പ്രത്യാശയുടെ മുഖം ഡോക്ടറെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. She said, Doctor, I will not die if God wants me here again to preach more gospel. I will be here. Otherwise, I am ready to pack up and go with him. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ മരിക്കത്തില്ല. എന്റെ ശുശ്രൂഷ ഇവിടെ തുടർന്ന് കർത്താവിന്റെ വചനം അറിയിക്കാൻ എന്റെ കർത്താവ് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. ഒരു കോവിഡും എന്നെ കൊല്ലത്തില്ല. പക്ഷേ എന്റെ ശുശ്രൂഷ തീർന്നെങ്കിൽ എനിക്ക് ഇതിലും സന്തോഷകരമായ സ്ഥലത്തേക്ക് ഞാൻ അങ്ങ് പോകും. Do you know what happened? This is day before yesterday. Yesterday she is totally healed. Her voice has changed. Doctor said, please don't leave the hospital. Go and talk to every patient. You are more effective than any medication we are giving.
ഇത് മിനിഞ്ഞാന്ന് സംഭവിച്ച സംഭവമാണ്. ഇന്നലെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ സഹോദരി രോഗം സൗഖ്യമായി, പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പൊ ഡോക്ടർമാര് പറയുന്നത് നീ സൗഖ്യമായാൽ ഇവിടുന്ന് പോകരുത്. ഇത് പോയി എല്ലാവരോടും പറഞ്ഞ്, മരുന്നല്ല, നിന്റെ അകത്തുള്ള വിശ്വാസമുണ്ടല്ലോ, അതാണ് മരുന്നിനേക്കാൾ ശക്തിയുള്ളത്. നീ ഓരോ ബെഡിലും ചെന്നത് പറഞ്ഞു. Oh, she said, I am going to go and preach this gospel. I am going to work among the COVID patients. I am going to go with Jesus and tell them about the living hope. I was gasping. I can send you both the messages. One, when she is crying for the breath. The second, she is saying, no, I have a higher hope, and that is Jesus. ആ സഹോദരി പറഞ്ഞു, ഇത് ഞാൻ ഇനി ഈ കോവിഡിനാൽ കഷ്ടപ്പെടുന്നവരുടെ ഇടയിലേക്ക് ഞാൻ ഇനിയും പോകാൻ പോവുകയാണ്. ക്രിസ്തുവിൽ ഇതിലും വലിയ പ്രത്യാശയുണ്ടെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. എനിക്ക് ആ സഹോദരി അയച്ച 2 മെസ്സേജും എന്റെ കയ്യിലുണ്ട്. ശ്വാസം വിടാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞ മെസ്സേജും, ഇല്ല കർത്താവിന് വേണ്ടി ഞാൻ ഇനി ഓടുമെന്ന് പറഞ്ഞ മെസ്സേജും 2 എന്റെ ഫോണിലുണ്ട്. We have this medicine and we are sleeping at home. We have this hope which is needed for the world. But we are compromising and saying, as long as me and my family are happy, I'm not going out. നമ്മുടെ കയ്യിൽ ഈ ഔഷധം, ദിവ്യ ഔഷധം ഇരിക്കുക. ലോകം ഇന്ന് ഇതിന് ഔഷധം കണ്ടുപിടിക്കാതിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ വിടുതലിന്റെയും നിത്യത വരെ കൊണ്ടുപോകുന്ന ഔഷധം എന്റെ നിങ്ങളുടെ കയ്യിൽ വെച്ചോണ്ട് എനിക്കും എന്റെ വീടിനും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തൃപ്തരായിരിക്കും. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, I pray in the name of Jesus. Give us യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Give us the mind of Christ. ക്രിസ്തുവിന്റെ മനസ്സ് ഞങ്ങൾക്ക് തരണം. Holy Spirit, you are living in us. Help us to be working aligned with you always, abiding in you always. കർത്താവേ, നിന്നിൽ എപ്പോഴും വാസം ചെയ്തുകൊണ്ട്, നിന്നിൽ വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൂടെ നിങ്ങളുടെ സാക്ഷിയാവുവാൻ ഞങ്ങളെ സഹായിക്കും. Help us to focus our mind for the purpose that God has sent us to this earth. കർത്താവേ, ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ച ഉദ്ദേശം നിവർത്തിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കും. Let not our focus be of what we can get out of preaching the gospel. Let our focus be what can we give more to Jesus to preach the gospel. ഈ സുവിശേഷം അറിയിച്ചാൽ ആ സുവിശേഷം വഴി ഞങ്ങൾക്ക് എന്തുണ്ടാക്കാം, എന്ത് ലാഭം ഉണ്ടാക്കാം, എന്ത് കിട്ടുമെന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണമേ. ഈ സുവിശേഷം എത്ര പേർക്ക് കൊടുക്കാം, എത്ര പേർക്ക് നൽകാം, എന്തെല്ലാം നൽകി കൊടുക്കാം എന്ന് ഞങ്ങളുടെ ഹൃദയം